നമസ്കാരം, എല്ലാവർക്കും ലേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളിന്ന് ഇതൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഒരു അരിപ്പയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. അരി വേവിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കലം എടുത്തിട്ടുണ്ട്. അതിൽ 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിലും വയ്ക്കാം. നമ്മൾ ഊറ്റിയെടുക്കുന്നതാണ് ഈ അരി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ലിറ്റർ. ഞാനിനി ഇത് അടുപ്പിലേക്ക് തിളയ്ക്കാൻ വെക്കുകയാണ്. വെള്ളം തിളയ്ക്കണം. അതിനുവേണ്ടി ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ അരി വാർത്ത് വെച്ചിരുന്ന അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 3 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് പട്ട, 2 ഗ്രാമ്പു, കുറച്ച് ബിരിയാണി ഇലയാണിത്, അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഉപ്പ് അതും ചേർത്ത് കൊടുക്കുകയാണ്. പകുതി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. പിഴിഞ്ഞ് അതിൻ്റെ നീര് കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. അടിയിലുള്ള അരിയൊക്കെ മുകളിലോട്ടൊക്കെ ഒന്ന് വരാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത്. 2 ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരു വലിയ സവാള, കുറച്ച് നട്ട്സ്, കുറച്ച് മുന്തിരി. പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് അതിലേക്ക് ഇട്ടു. നട്ട്സ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്കിനി അത് കോരി മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കും 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. ബീൻസും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കോരി മാറ്റാം. ഞാൻ ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റാണിത്, കുറച്ച് ബീൻസ്, ഇതിലേക്ക് അല്പം പുതിന ഇലയും ബിരിയാണി ഇലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതാണ്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ബാക്കിയുള്ള ചോറും ഇതുപോലെ ലെയറായിട്ട് ഇട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാളയും നട്ട്സും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് 10 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.